അങ്ങേയറ്റം ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. കാരണം 2 മലയാളികൾക്ക് ഗുജറാത്ത് ഹൈക്കോടതി വധശിക്ഷ വിധിച്ചു. ഒരാളെ ജീവപര്യന്തം തടവിലും ശിക്ഷിച്ചു. 56 പേരെ കൊന്ന അഹമ്മദാബാദ് സ്ഫോടന കേസിലെ പ്രതികൾക്കാണ് ഈ ശിക്ഷാവിധി. ആകെ 38 പേർക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തം തടവും ഗുജറാത്ത് ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ AY കോഗ്ജെ, സമീർ ദാവെ എന്നിവരുടെ ബെഞ്ചാണ് സ്പെഷ്യൽ കോടതി 2022 പുറപ്പെടുവിച്ച വിധി ശരിവെച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ വാർത്ത നമ്മുടെ നാട്ടിലെ എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ല. ഇന്ന് 11 മണിക്ക് ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി വന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. 6 മണിയായിട്ടും 3 മലയാളികൾ, ഒരാൾക്ക് ജീവപര്യന്തം, 2 പേർക്ക് വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയിരിക്കുന്നു. എന്താണ് സംഭവം എന്നറിയാമോ? കാരണം ഇത് ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അഹമ്മദാബാദിൽ 2008 ജൂലൈ 26 നടത്തിയ 70 മിനിറ്റിനുള്ളിൽ 21 സ്ഥലങ്ങളിൽ നടത്തിയ സ്ഫോടനങ്ങളിലെ കേസിലെ പ്രതികളാണ്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഷിബിലി 43 വയസ്സ്, അയാളുടെ സഹോദരൻ ഷാദുലി 41 വയസ്സ്, മലപ്പുറംകാരൻ ET ഷറഫുദ്ദീൻ എന്നിവർക്കാണ് വധശിക്ഷ. അപ്പോൾ കോട്ടയം ജില്ലയിലെ ഷിബിലിയും ഷാദുലിയും എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ച് കണ്ടുപിടിക്കുക. അതുപോലെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് അൻസാർ 41 വയസ്സുകാരൻ ആലുവക്കാരനാണ്. എങ്ങനെയാണ് ഇവർ അഹമ്മദാബാദിൽ എത്തിയത്? അഹമ്മദാബാദിൽ എന്താണ് നടന്നത്? അഹമ്മദാബാദിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2008 ജൂലൈ 26 വൈകുന്നേരം 6:45 മണി. അഹമ്മദാബാദ് പോലെയുള്ള വലിയൊരു പട്ടണം, അവിടെ വൈകുന്നേരം 6:45 മണിക്കുണ്ടാവുന്ന തിരക്കൊന്ന് ആലോചിക്കുക. അഹമ്മദാബാദ് ടൗണിൽ, മണിനഗറിൽ, ബസ് സ്റ്റാൻഡിൽ, ഇസാൻപൂർ, നരോളിൽ, ഓട്ടോ സ്റ്റാൻഡ്, പിന്നെ സൈക്കിളുകളിലെ കാരിയറുകളിൽ വെച്ചിരുന്ന ടിഫിൻ ബോക്സുകൾ, ബസ്സുകളുടെ സീറ്റിനടിയിൽ ഒക്കെ ആയിട്ട് 70 മിനിറ്റിനുള്ളിൽ, അതായത് 1 മണിക്കൂറും 10 മിനിറ്റിനുമുള്ളിൽ 21 ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവർ, സ്കൂൾ കുട്ടികൾ, ട്യൂഷൻ കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് പോകുന്നവർ, വീട്ടമ്മമാർ, കച്ചവടക്കാർ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിൽക്കുന്ന പ്രദേശത്താണ് ഈ 38ഉം 11ഉം പേരടങ്ങുന്ന പ്രതികൾ, 49 പേരടങ്ങുന്ന പ്രതികൾ 21 സ്ഥലങ്ങളിൽ ബോംബ് വെച്ചു, ബോംബ് പൊട്ടിത്തെറിച്ചു. 56 പേർ മരിച്ചു വീണു എന്ന് പറയുമ്പോൾ നിസ്സാരമായി പറയാവുന്ന മരണമല്ല, ചിതറിത്തെറിച്ച് മാംസകഷ്ണങ്ങളായിപ്പോയി. പരിക്കേറ്റവരെ 200 പേർക്ക് പരിക്കേറ്റവരെ എടുത്തുകൊണ്ട് ആളുകൾ ആശുപത്രിയിലേക്ക് ഓടി. ആശുപത്രി ചെല്ലുമ്പോൾ ആശുപത്രിയിൽ ബോംബ് പൊട്ടുന്നു. അങ്ങനെ ഗുജറാത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഭീകരാക്രമണം. അതിൽ 4 പേർ മലയാളികളാണ്. 3 പേർക്ക് വധശിക്ഷ, ഒരാൾക്ക് ജീവപര്യന്തം. എന്താണ് കേരളം ഇത് വാർത്തയാക്കാത്തത്? നമ്മളിത് സംസാരിക്കുന്നതിന് തൊട്ടടുത്ത ദിവസമാണ് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും പാകിസ്ഥാൻ പട്ടാളം വന്ന് കൊല്ലണം, ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കണം, ഇന്ത്യയെ കാശ്മീർ പിടിച്ചെടുക്കണം, ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമൊക്കെ ആക്കണം എന്ന് പറഞ്ഞ് മുഹമ്മദ് സനൂഫ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പോസ്റ്റിട്ട് സൗദി അറേബ്യയിലായിരുന്നവൻ ഇപ്പോൾ തിരിച്ചു വന്ന് പിടിയിലായി. അതിനെ കേരളത്തിലെ സുഡാപ്പികൾ ന്യായീകരിക്കുകയാണ്. അവനത് ചെയ്യില്ല, അവനങ്ങ് ബാത്റൂമിൽ പോയ സമയത്ത് അവൻ്റെ കൂടെ താമസിച്ച സംഘി ഇട്ട പോസ്റ്റാണ്, അതുകൊണ്ട് പാസ്വേഡ് ശരിയാക്കണം, നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. അതും കൂടാതെ അവൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടുത്തെ വെള്ളാപ്പള്ളി നടേശനെയും ശശികല ടീച്ചറെയൊക്കെ അറസ്റ്റ് ചെയ്യുമോ? അവരും പറയുന്നില്ലേ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിക്കണമെന്നും കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുക്കണമെന്നും ഒക്കെ പറയുന്നവരാണ് വെള്ളാപ്പള്ളിയും ശശികല ടീച്ചറും ഒക്കെ. അപ്പോൾ ഇതിനെ ലഘൂകരിക്കുകയാണ്, അങ്ങനെയില്ല എന്ന് പറയുകയാണ്. അതല്ലാതെ ആർജവത്തോടെ ചില മുസ്ലിം സഹോദരങ്ങൾ വന്നിട്ട് ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ മുഹമ്മദ് സനൂഫ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ശബ്ദം ഒറ്റപ്പെട്ടതാണ്, അവരുടെ എണ്ണം കുറവാണ്. ഭൂരിപക്ഷം ആളുകളും ഇതിനെ ന്യായീകരിക്കുകയാണ്. ഞാനൊരു കാർട്ടൂൺ കണ്ടു. ഇസ്ലാമിക ഭീകരത, കൊല്ലുന്നു, ചോര താഴെ കിടക്കുന്നു, ഒന്നാമത്തെ ഇസ്ലാം. രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ ജോലി അത് തൂത്ത് വൃത്തിയാക്കലാണ്. അതായത് ഭീകരപ്രവർത്തനം നടന്നാൽ അതിനെ ന്യായീകരിച്ച് അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുന്ന പണിയാണ് ഭൂരിപക്ഷം വരുന്ന മൗനികളായ നിശബ്ദ ഭൂരിപക്ഷത്തിൽപ്പെട്ട ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത് എന്നാണ് ഈ കാർട്ടൂൺ കാണിക്കുന്നത്. ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള 4 പേർ
3 പേർ വധശിക്ഷയ്ക്ക്, 2 പേർ ഒരാൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഈ വാർത്ത കേരളം ചർച്ച ചെയ്യേണ്ടതല്ലേ? കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്ത പോലുമല്ല, ഇവരുടെ ചിത്രം പോലും കാണിക്കുന്നില്ല. ഏതായാലും ഞങ്ങൾ ആ ചിത്രം കാണിക്കാം. ശിക്ഷിക്കപ്പെട്ട 3 പേരുടെ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 3 പേരുടെ ചിത്രം ഞങ്ങൾ കാണിക്കാം. അപ്പോൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന കേരളത്തിൽ എന്തായി മാറിയിരിക്കുന്നു? ഇസ്ലാമിസ്റ്റുകൾക്ക്, തീവ്രവാദികൾക്ക് കുഴലൂതുന്ന, ചൂട്ടുപിടിക്കുന്ന, വെഞ്ചാമരം വീശുന്നതായി മാധ്യമപ്രവർത്തനം മാറിയിരിക്കുന്നു. കേരള സ്റ്റോറി എന്നൊന്നില്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്നുമില്ല. ഇതൊക്കെ നാറേറ്റീവ്സ് ആണ്, സംഖ്യകൾ ഉണ്ടാക്കുന്ന നാറേറ്റീവ്സ് ആണെന്ന് പറയുന്ന പ്രബുദ്ധരെ, പുരോഗമനവാദികളെ, നിങ്ങൾ പറയൂ, എങ്ങനെ കോട്ടയം ജില്ലയിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, ആലുവയിൽ നിന്ന് ഇവർ അഹമ്മദാബാദിൽ ചെന്ന് ബോംബ് വെച്ച് 2008 56 മനുഷ്യരെ കൊന്നു, 200 മനുഷ്യരെ ജീവച്ഛവങ്ങളാക്കി. അതുപോട്ടെ, അവർ ഇങ്ങനെ ചെയ്തവർ, നമുക്ക് അവരെ ഭീകരവാദത്തിൻ്റെ പിടിയിൽ പെട്ടുപോയ ഹതഭാഗ്യർ എന്നൊക്കെ പറയാം. ഹതഭാഗ്യരൊന്നുമല്ല, ജീവിതം തന്നെ കാഫിറിനെ കൊല്ലുകയാണ് എന്ന് തീരുമാനിച്ചിരിക്കുന്നവരാണവർ. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത് വാർത്തയാക്കത്തില്ല, ഇവരുടെ ചിത്രം കൊടുക്കത്തില്ല. ഇതിനെക്കുറിച്ച് ഇന്ന് അന്തി ചർച്ച നടത്തുമോ? നിങ്ങൾ കേരള സ്റ്റോറിയെക്കുറിച്ച് എത്ര ദിവസം ചർച്ച ചെയ്തു? ഇതൊരു കേരള സ്റ്റോറിയല്ലേ? ഈ കേരള സ്റ്റോറിയെക്കുറിച്ച്, അല്ലെങ്കിൽ മരിച്ചുപോയ രാമചന്ദ്രൻ്റെ മകളിട്ട പോസ്റ്റിന് താഴെ പഹൽഗാമിൽ എൻ്റെ സഹോദരങ്ങൾ കലിമ ചൊല്ലാത്തവരെയാണ് കൊന്നതെങ്കിൽ എനിക്ക് സന്തോഷമാണ്, അങ്ങനെ തന്നെ വേണം, കാശ്മീർ ഞങ്ങളുടെ ആളുകൾ വന്ന് പിടിക്കും, ഞങ്ങളുടെ ആളുകൾ വരും, ഇവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും സംരക്ഷിച്ച് ബാക്കി എല്ലാവരെയും കൊന്നൊടുക്കും എന്നു പറയുന്നത് ചർച്ചയാക്കാത്ത അതേ മാധ്യമങ്ങൾ എനിക്ക് ഭീകര പ്രവർത്തകരം നടത്തിയ ഷിബിലിയെക്കുറിച്ചും, ഷാദുലിയെക്കുറിച്ചും, ഷറഫുദ്ദീനെക്കുറിച്ചും, മുഹമ്മദ് അൻസാറിനെക്കുറിച്ചും അല്ല, അവരെ ഓർത്തല്ല ഭയം. പക്ഷേ ഇതിന് കുടപിടിക്കുന്ന, ഇതിനോട് നിശബ്ദത പാലിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് മാത്രമല്ല, കേരളത്തിലെ സമൂഹത്തെ എനിക്ക് പേടിയാണ്, കേരളത്തിലെ മാധ്യമങ്ങളെ പേടിയാണ്. മലയാളി ഇത്തരം ഭീകരപ്രവർത്തനം സംസ്ഥാനം കടന്നു ചെന്ന്, സംസ്ഥാനത്തിന് പുറത്ത് എന്ന് നടത്തിയിട്ട് അതേക്കുറിച്ച് മിണ്ടാതിരിക്കുക, അതേക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, അത് വാർത്തയാക്കാതിരിക്കുക, അതാണ് ഇവർ ചെയ്ത ഭീകരപ്രവർത്തനത്തെക്കാൾ വലിയ ഭീകരത എന്ന് ഞാൻ കരുതുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? ആരെ വിശ്വസിക്കും? ആരെ ഭയപ്പെടാതെ ജീവിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഭീകരവാദികളെക്കുറിച്ചല്ല, ഈ മാധ്യമ ഭീകരത, ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട നാമധാരികൾ ഈ രാജ്യത്ത് എന്തു ചെയ്താലും അവർക്കെതിരായ ഒരു നടപടി ഉണ്ടായാൽ, അവരെ എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായാൽ അത് മിണ്ടത്തേയില്ല, റിപ്പോർട്ട് ചെയ്യത്തേയില്ല എന്ന് പറയുന്ന മാധ്യമ ഭീകരതയാണ് ഈ ഇന്ത്യൻ മുജാഹിദിനേക്കാളും, ലഷ്കർ ഇ തൈബയേക്കാളും, അൽ ഖ്വയ്ദയേക്കാളും ഭീകരമായ ഒന്നെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് മുമ്പൊരിക്കൽ ഒരു മാധ്യമ പ്രവർത്തക ഒരു ചാനലിൽ പറയുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സ് നിങ്ങളും കണ്ടിട്ടുണ്ട്. ചാനലല്ല, ഒരു പൊതുയോഗത്തിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്, അതിഭീകരമാണ്. പക്ഷെ ഞങ്ങളത് പറഞ്ഞാൽ ഇവിടെ സംഘപരിവാർ വളരും, BJP വളരും, അതുകൊണ്ട് ഞങ്ങൾ പറയില്ല. അപ്പോൾ ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, ഇവിടെ നിന്ന് ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് കേരള സ്റ്റോറിയാണ്, അതല്ല കേരളത്തിൻ്റെ സ്റ്റോറി. കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ ഇസ്ലാമിക ഭീകരതയ്ക്ക് വേരുകളില്ല, കേരളത്തിൽ നിന്ന് ആരും അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് എങ്ങനെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഏതായാലും വല്ലാത്ത ഭീകരാവസ്ഥയാണ്. നമ്മുടെ 3 മലയാളികൾ, 4 മലയാളികൾ, 3 പേർ തൂക്കുകയറിൽ കിടന്നാടാൻ പോവുകയാണ്. സുപ്രീം കോടതി ഇനി പോകുമല്ലോ, ഇവർക്ക് വേണ്ടി സുപ്രീം കോടതിയിലൊക്കെ പോകാൻ ആളുണ്ടാവും. 2022 സ്പെഷ്യൽ കോടതി വധശിക്ഷ വിധിച്ചു. ആ വധശിക്ഷയാണ് ഇപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. ഇത് വാർത്തയാവില്ല, എനിക്ക് തോന്നുന്നില്ല. നാളത്തെ മലയാള പത്രങ്ങളുടെ 1-ാം പുറത്ത് ഈ പറയുന്ന 4 പേരുടെ ചിത്രമെങ്കിലും കാണിച്ചൊരു വാർത്ത വരുമോ? ഇന്ന് ഇത്രയും സമയമായിട്ട് വൈകുന്നേരം 6 മണിയായിട്ടും ഇതേക്കുറിച്ച് വിശദമായ ഒരു വാർത്ത കൊടുക്കാത്ത, ഇവരുടെ വിഷ്വൽസ് കാണിക്കാത്ത, ഇവരുടെ ചിത്രങ്ങൾ കാണിക്കാത്ത മാധ്യമങ്ങൾ നാളെ ആ വാർത്ത കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? ഇല്ല. കാരണം കൊല്ലപ്പെട്ടത് ആരുമാകട്ടെ, പക്ഷെ കൊന്നത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. ഈ നാട്ടിലെ ഭീകരന്മാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. മുഹമ്മദ് സനൂഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ വെട്ടിമുറിക്കണം, കാശ്മീരിന് കൊടുക്കണം, പാകിസ്ഥാൻ ഇന്ത്യയെ കീഴടക്കണം എന്ന് പറഞ്ഞവനെ പോലും
രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ മടിയുള്ളവരാണ്, പേടിയുള്ളവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ജനം ടി വി മാത്രമാണ് ഈ രാജ്യദ്രോഹി മുഹമ്മദ് സനൂഫ് അറസ്റ്റിൽ നിന്ന് കൊടുത്ത. ബാക്കി എല്ലാവർക്കും വിദ്വേഷം, മതവിദ്വേഷം. ഇന്ത്യയെ വെട്ടിമുറിക്കണം, കാശ്മീർ പാകിസ്ഥാന് കൊടുക്കണം, പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യ കീഴടക്കണം എന്ന് പറഞ്ഞാൽ മതവിദ്വേഷമാണെന്ന് പറയുന്ന, വ്യാഖ്യാനിക്കുന്ന മാധ്യമങ്ങൾ ഈ കൊലയാളികളെ തൂക്കിലേറ്റാൻ ഇന്ത്യയിലെ നീതിപീഠം വിധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയ അല്ലയോ നിഷ്കളങ്കരെ, നിങ്ങളാണ് കുറ്റക്കാർ. ഏതായാലും ഞങ്ങളൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. ഞങ്ങളൊക്കെ ഈ വാർത്തകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. വല്ലാത്ത ഭയം തോന്നുന്നു പ്രിയപ്പെട്ടവരെ. ഈ സത്യം പറയാൻ ഞങ്ങൾ ഇനിയും ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണേ.